ശുഭനയർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തിരുനെല്ലി വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് കോട്ടയത്ത് നിന്ന് പാലായി ചെന്നിട്ട് പാലായിൽ നിന്ന് ഒറ്റ ബസ്സിനാണ് നമ്മൾ പോയത്. അപ്പോൾ പാലായി നമ്മൾ ചെന്നപ്പോൾ 7:30ക്കാണ് ബസ്. നമുക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ അമ്മയ്ക്ക് തോർത്ത് നൈറ്റിയൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കടയിൽ കയറി. പിന്നെ നമ്മൾ കുറേ നേരം അതിലെ നടന്നു. പിന്നെ അമ്മയെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പാലായി കൂടെ കുറേ നടന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസമായിട്ട് വൈകുന്നേരം ഒന്ന് നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പം ബസ്സിൽ കയറിയ നമ്മൾ ആ 7:30ക്ക് കയറിയ പിറ്റേ ദിവസം 6:30ക്കാണ് തിരുനെല്ലി ചെല്ലുന്നത്. അപ്പോൾ അത്രയും സമയം നമ്മൾ ആ ബസ്സിലിരിക്കണ്ടേന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഒരു അരമണിക്കൂറോളം നമ്മൾ പാലായിക്കൂടെ ഞങ്ങൾ രണ്ടുപേരും അങ്ങ് നടന്നു കേട്ടോ. നല്ല വഴിയല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരുനെല്ലി ചെന്ന് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പോയ കൊച്ചച്ഛന്, കൊച്ചമ്മ, മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവരവിടെ മുറിയെടുത്ത് അവർ കാറിനാണ് പോയതും കൊണ്ട് തലേ ദിവസം തന്നെ അവിടെ ചെന്ന് അവർ ഇങ്ങനെ ഒരു മുറിയൊക്കെ അവിടെ അമ്പലത്തിനടുത്ത് തന്നെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരവിടെയാണ് അന്ന് കിടന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ബസ്സിലാണല്ലോ, നമ്മൾ വെളുപ്പിനെയല്ലേ അവിടെ ചെന്ന്. നമ്മൾ ചെന്നിറങ്ങിയപ്പോൾ തന്നെ കൊച്ചമ്മ വിളിച്ച് മോനെ വിട്ടു, കണ്ണനെ വിട്ട് അങ്ങോട്ട് വിട്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. ഇഷ്ടംപോലെ കുരങ്ങന്മാരാകട്ടോ, മൃഗങ്ങളും കുരങ്ങന്മാരും. നല്ല രസമായിരുന്നു അവിടെ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വണ്ടിയിലിരുന്ന് KSRTC ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും പോയത് ദൂരം കേട്ടോ. ഇതാണ് നമ്മൾ അവരെടുത്ത റൂം കേട്ടോ. അപ്പം അവർ ഓരോരുത്തർ കുളിക്കുമായിരുന്നു. ഇത് മോന് എല്ലാവരും ഉണ്ട്. മോടെ ഹസ്ബൻഡ് അനിയന്, ഇത് കൊച്ചമ്മ. ഞങ്ങൾ ചെന്നപ്പം കുറേ പേര് കുളിയെല്ലാം കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളും അവിടുന്ന് കുളിച്ച് കുറേ പേര് സ്റ്റെപ്പ് കയറിപ്പോയി. ഞങ്ങൾ കാറിന് പോയി അമ്പലത്തിലേക്ക്. ലോഡ്ജിനടുത്ത് തന്നെയായിരുന്നു ഈ അമ്പലം. നമ്മൾ അമ്പലത്തിൽ ചെന്നു. ഇത് കണ്ടോ, സ്റ്റെപ്പാണ്. ഇതാണ് കൊച്ചമ്മ കേട്ടോ. പിന്നെ ഈ സ്റ്റെപ്പ് കയറി മേളിച്ച് ഫുള്ള് ഇവിടെ ചെന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ കുറേ സ്റ്റെപ്പുകളും കല്ലുകളും നമ്മൾ ഇത് കൊച്ചച്ഛനാകട്ടോ, അതായത് എൻ്റെ ഹസ്ബൻഡ് അച്ഛൻ്റെ അനിയൻ കേട്ടോ. എനിക്ക് മനോഹരൻ കൊച്ചച്ഛനും അമ്മണി കൊച്ചമ്മയും മക്കളും ഇവരുടെ കൂടെയാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഇത് കണ്ണന്, ഇത് പ്രിയയുടെ ഹസ്ബൻഡ് അനിയന്, തൊട്ട് പുറകെ വരുന്ന പ്രിയ മോളും, മറ്റേത് എൻ്റെ ഹസ്ബൻഡ്. അറിയാമല്ലോ എല്ലാവർക്കും അല്ലേ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ വരുവാണ്. ഞാനും അമ്മയും കൂടി. ഇത് ഹസ്ബൻഡ്, അമ്മ. ഇത് ഞങ്ങൾ അവിടെ എല്ലാം കാണുകയും പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ജീവിതത്തിൽ വലിയ ഒരു ഒരു ഭയങ്കര ഒരു നിമിഷങ്ങളായിരുന്നു ഇത് കേട്ടോ. ഞങ്ങൾക്ക് പോകാൻ സാധിച്ചു തന്നെ കൊച്ചച്ഛനും കൊച്ചമ്മയും മക്കളും കാരണമാണ് കേട്ടോ. കാരണം ഇവിടെ തിരുനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും കൂടെ കൊച്ചമ്മയൊക്കെ കൊണ്ടുപോയി അവിടെ എല്ലാ കാര്യങ്ങളും കൊച്ചമ്മയും കൊച്ചച്ഛനുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് ബസ്സിന് പോയി അവിടെ ചെന്ന് അച്ഛന്, അതായത് ഹസ്ബൻഡ് അച്ഛനും കൂടെ ബലിയിട്ട്. നമ്മുടെ കുടുംബത്തിൽ അവിടെ ബലിയിടയിലെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, തലമുറ ചോദിച്ച് കുടുംബത്തിലെ എല്ലാവർക്കും, മരിച്ചുപോയ എല്ലാവർക്കും ഒക്കെയാണ് ബലി കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇത് കണ്ടോ, ഞാനാണെങ്കിൽ ബാക്കിൽ കൂടെ പോവാ കേട്ടോ. ഇവരൊക്കെ കയറി പോവാണ്. അമ്പലത്തിൽ നിന്ന് ഒരു 2 കിലോമീറ്ററെങ്കിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ കല്ലാണ്, ഉരുളൻ കല്ലുകളാണ് ഫുള്ള്. ബാക്കി മുഴുവൻ കാടുകളും. എന്നിട്ട് നല്ല അരുവി ഒഴുകുന്നുണ്ട്. മേളിൽ നിന്നൊക്കെ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. ഇവരെല്ലാം തോർത്തൊക്കെ എടുത്ത് ബലികർമ്മങ്ങൾക്കായിട്ട് ഒരുങ്ങി നിൽക്കുക കേട്ടോ. ഇവരിത്രയും പേരാണ് ബലിയിടുന്നത്. നമ്മൾ പോയ എല്ലാവരും തന്നെ ആണുങ്ങൾ ബലിയിട്ട് കേട്ടോ. പിന്നെ പ്രിയയുടെ മോളും ബലിയിട്ടു. പിന്നെ ഞാനും കൊച്ചമ്മയും ഒഴിച്ചു ബാക്കി പ്രിയെ ഒഴിച്ചു ബാക്കി എല്ലാവരും ബലിയിട്ട് കേട്ടോ. പിന്നെ ഇതാണ് സ്ഥലം. ഞാനും പ്രിയയും കൂടെ, അതായത് കൊച്ചമ്മയുടെ മോള്, ഞങ്ങളിങ്ങനെ കുറേ നേരം അവിടെ ഇവർ കർമ്മം ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങളിങ്ങനെ നോക്കി നിന്ന് കേട്ടോ. മേളിൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കൊച്ചമ്മ ഞാൻ വരുന്നില്ല, അതായത് ഒരുപാട് സ്റ്റെപ്പുകളും കല്ലുകളും. നമുക്ക് കല്ലെ ചവിട്ടിയാൽ കല്ലേന്ന് ഉരുണ്ട് പോയിരുന്ന പോലെ തോന്നും. അതുപോലെ ഞാൻ പതുക്കെ നടന്ന കേട്ടോ. ഇവരെല്ലാവരും കുറച്ച് സ്പീഡിൽ ഇത് കണ്ടോ. ഇത് ബലിയെല്ലാം കഴിഞ്ഞിട്ട് ഈറനൊക്കെ ഉടുത്ത്, അതായത് അവിടെ ഭയങ്കര തണുപ്പാണ്, നല്ല
വലിയ ഒരു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. അതുപോലത്തെ ഒരവസ്ഥ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട ഒരു സ്ഥലമാണ്. കൊച്ചമ്മയ്ക്കും കൊച്ചച്ഛനും മക്കൾക്കും എല്ലാം ഞാൻ നന്ദി പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകാൻ പറ്റിയത് ഇവരുടെ ഒരു ഇതുകൊണ്ട് മാത്രം എനിക്ക് ഈ ഭാഗ്യം ഉണ്ടായത്. പിന്നെ അവരെല്ലാവരും നമ്മളിതെല്ലാം കഴിഞ്ഞ് അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിൽ വന്നു. അവരെല്ലാവരും ഗുരുവായൂരിലേക്ക് പോയി. അവർ കാറിനാണല്ലോ വന്നത്. അവർ ആ കാറിന് തന്നെ ഗുരുവായൂരോട്ട് പോയി. ഞങ്ങൾ ഇവിടെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. 3 മണി വരെ നമുക്ക് റൂമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റോഡിലേക്ക് കയറുക കേട്ടോ. നമ്മൾ വന്ന വണ്ടി തന്നെയാണ് തിരിച്ചു ബുക്ക് ചെയ്തത്. അപ്പോൾ 3 മണിക്കായിരുന്നു സമയം. ഏതായാലും നമ്മൾ 2:30 ആയപ്പോൾ ഭക്ഷണം കൂടെ കഴിക്കാമല്ലോ എന്നോർത്ത് ഇറങ്ങിയത് അവിടെയൊക്കെ കണ്ട ഒരുപാട് ചെടികൾ, കാര്യങ്ങൾ, കുരങ്ങന്മാരെല്ലാം അതിൽ നടക്കുന്ന കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റെപ്പും കുന്നും മലയുമാണ് അവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ അവിടെ ഇങ്ങനെ നമ്മൾ റോഡിലേക്ക് കയറുക നമ്മൾ കേട്ടോ. റോഡിലേക്ക് കയറി ഞങ്ങൾ ഏതായാലും അവിടെ ചെന്നപ്പോഴേക്കും വണ്ടി എടുത്തായിരുന്നു. പക്ഷേ അവർ ഭക്ഷണം കഴിക്കാൻ പോകാനാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോയി. അതായത് കണ്ടക്ടറും ഡ്രൈവറും നമ്മളിത് റോഡിൽ ചെന്നു. ഇതേ കണ്ടോ, നമ്മളെയും കൂടെ അവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയി. അങ്ങനെ എല്ലാം ഒരു ഭാഗ്യം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് കണ്ടോ, വണ്ടിയിലൊന്നും ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് അവർക്കറിയാമല്ലോ, അവരെപ്പോഴും വരുന്ന സ്ഥലമല്ലേ, നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം എവിടെയാണെന്നൊക്കെ നോക്കി നമ്മളും അങ്ങനെ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി കേട്ടോ. അങ്ങനെ റോഡിൽ കൂടെ ഒക്കെ നടക്കുക. അപ്പുറവും ഇപ്പുറവും നിറച്ച് കാടാണ് കേട്ടോ. വീണ്ടും നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു പരിസരത്താണ് നിൽക്കുന്നത്. പക്ഷേ അയ്യോ, അതിപ്പോൾ എനിക്ക് പറയാനറിയത്തില്ല കേട്ടോ. എന്നോ ഒരു തണുപ്പാണെന്നറിയാം. നമ്മൾ ഈ കോട്ടയത്തിൽ നിന്ന് കൊടും ചൂടി പോയിട്ട് അവിടുത്തെ ആ തണുപ്പും അവിടുത്തെ ആ പ്രകൃതി ഭംഗി എല്ലാം ഭയങ്കര രസമായിരുന്നു. ഇതാ നല്ല ചോറ്, നോൺ വെജ് ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾ ചോറെല്ലാം ഉണ്ട്, നല്ല ഭക്ഷണമായിരുന്നു. ചോറൊക്കെ കൊണ്ടിട്ട് വീണ്ടും നമ്മൾ വണ്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുവാണ്. ഡ്രൈവറും കണ്ടക്ടറും വന്നിട്ടില്ല. അതാ ഇപ്പോൾ അവർ വന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബുക്ക് ചെയ്താണ് പോയത്. ബുക്ക് ചെയ്ത് പുറയിലായിരുന്നു സീറ്റ്. പക്ഷേ എനിക്ക് വല്ല ആനമ്പാമ്പകളൊക്കെ വരുവാണെങ്കിലൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ വന്നിരുന്നു. അപ്പോൾ ഹസ്ബൻഡും അപ്പുറേ വന്നിരുന്നു കേട്ടോ. നമ്മുടെ സീറ്റ് ബാക്കിലാണ് നമുക്ക് ഇങ്ങോട്ട് വന്നപ്പം കിട്ടി. അങ്ങോട്ട് പോയപ്പോൾ ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. പിന്നെ ഇങ്ങനെ പോരുമ്പോൾ ഉള്ള കാഴ്ചകളായത് കേട്ടോ. 2 സൈഡിലും നിറച്ച് എന്താ പറയുന്നത് കാടുകളും. അപ്പം ഡ്രൈവർ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് ആനകളൊക്കെ ചിലപ്പോൾ ഇറങ്ങി വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞേ. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. 2 സൈഡിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വൃക്ഷങ്ങളും നല്ല തണുപ്പാണ്. ബസ് ഓടാൻ തുടങ്ങിയപ്പം പകൽ 3 മണിയാണെന്നുള്ള ഒരിതുമില്ല കേട്ടോ. അതായത് നല്ല വെളുപ്പിനെ വണ്ടി പോരുന്ന പോലെയുള്ള ഒരു തണുപ്പും കാര്യങ്ങളും. ഇത് കണ്ടോ, 2 സൈഡിലും കാടാണ്. ഓരോ സൈഡിലും എഴുതി വെച്ചിട്ടുണ്ട് ആനകൾ ഇറങ്ങും, പിന്നെ ടൈഗർ ഇറങ്ങും, ഇങ്ങനെയൊക്കെ 2 സൈഡിലും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഭാഗ്യം പോലെ നമ്മൾ കുറേ ഇങ്ങ് വന്നപ്പോൾ 2 ആനമ്പാമ്പകൾ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കൊച്ചമ്മയും കൊച്ചച്ഛനും ഒക്കെ പോയ വണ്ടിയിൽ അവർ പിന്നെ അവരെ അങ്ങോട്ട് കടത്തി വിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരെ കടത്തിയൊക്കെ വിട്ടെന്ന് പറഞ്ഞു കേട്ടോ. നമ്മളിപ്പം KSRTCയിലാണല്ലോ. ഈ 2 ആനമ്പാമ്പകളെ കണ്ടുകൊണ്ട് നമ്മുടെ ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു ഫോട്ടോ ഒക്കെ എടുത്തു. ദേണ്ടേ ആനകൾ 2 വരുന്നുണ്ടെന്നേ. ഒരു വലിയ ആനയും ഒരു കുഞ്ഞാനയും കൂടെ ഇങ്ങനെ നടന്നു വന്നിട്ട് നമ്മുടെ റോഡിലല്ലേ നമ്മുടെ വണ്ടി കിടക്കുന്നത്. എന്നിട്ട് ഈ സൈഡിൽ വന്ന് ഇങ്ങനെ അങ്ങ് നിന്ന് കേട്ടോ. അതായത് അവർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ അവിടെ കുറേ നേരം നിന്ന്. അപ്പോൾ അവർ നമ്മുടെ വണ്ടിയോ നമ്മുടെ വണ്ടിയിലിരിക്കുന്ന ആൾക്കാരെയോ ശ്രദ്ധിച്ചില്ലെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആരാണ്ടോ ടാറ്റ ഒക്കെ കൊടുക്കുകയോ എന്തൊക്കെയോ ചെയ്തപ്പം ഇങ്ങനെ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. പേടിച്ചു പോയി. അതൊക്കെ ഒരു ഭയങ്കര രസമായിരുന്നുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. ആ സൈഡിൽ ഇരുന്നുകൊണ്ട് ശരിക്കൊന്ന് എടുത്തതാണെന്നും പറഞ്ഞുകൊണ്ട് ഇത് 2 സാധനങ്ങളാണ് നമ്മുടെ തൊട്ടടുത്ത വന്ന് നിന്നത്. നമ്മുടെ വണ്ടിയുടെ ഒരു സൈഡിൽ വന്നിങ്ങനെ നിന്നു. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ തിരിയുമെന്നോ പെട്ടെന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് വരുമെന്നോ ഒന്നും നമ്മൾ വിചാരിക്കുന്നില്ല കേട്ടോ. വണ്ടിയിലിരുന്നവരെല്ലാവരും ഫോട്ടോ എടുക്കുക. ഇത് കണ്ടോ, ഇത് കണ്ടക്ടറാണ്, ഡ്രൈവർ, എല്ലാവരും ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തും. നമ്മുടെ തൊട്ടടുത്ത് കണ്ടതല്ലേ. പക്ഷേ നമ്മൾ വഴിയിലോട്ട് പെട്ടെന്ന് അവർ വെള്ളം കുടിക്കാനോ എന്തോ മേളീന്ന് ഇറങ്ങി വന്ന് ഇങ്ങനെ നിന്നതാകട്ടെ. ഒരു
കുഞ്ഞാനയും ഒരു പിടിയാനയാണ്, രണ്ട് അമ്മയും മോളും ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഈ വലിയ ആനയില്ലേ ഇങ്ങോട്ട് നമ്മുടെ ബസ്സിലോട്ട് സ്പീഡിലൊരു വരവ് വരുന്ന ഭാഗമുണ്ട്, അത് കാണിക്കാം കേട്ടോ. അത് എങ്ങനെയാണ് ആദ്യമെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടക്ടർ ടാറ്റ കൊടുത്തു. അതായത് അപ്പോൾ നമ്മുടെ ബസ് പോരുന്നില്ല, അവിടെ തന്നെ കിടക്കുവാണ്. പക്ഷേ ഇതുങ്ങളിങ്ങനെ നമ്മളെ നോക്കുന്നില്ല. നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് തുമ്പിക്കൈ ചുറ്റി ഒരൊറ്റ വരവ് വന്ന് ഇത് കാണാൻ കേട്ടോ. കണ്ടോ, ഈ സൈഡിലോട്ടെങ്ങാണ്ട് ഇറങ്ങി വരാനായിട്ട് മേളി വന്ന് നിൽക്കുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് വഴിയാണല്ലോ അവരിറങ്ങി പോകുന്ന സ്ഥലങ്ങൾ, വെള്ളം കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ വന്ന വരവാ. എന്തായാലും മേളിൽ നിന്ന് ഓടി വന്നിട്ട് ഇവിടെ അങ്ങ് നിന്ന് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നില്ല. അതായിരിക്കും ദേഷ്യം വന്നത്. കണ്ട, ഇനി ഇപ്പോഴാന്ന് തോന്നുന്നത്, അതെ ഇപ്പോഴാണ്. അപ്പം നമ്മൾ കണ്ടക്ടർ ഇവിടെ ഇരുന്നോണ്ട് ടാറ്റ കൊടുക്കും. കണ്ട, ഇപ്പോഴാണ് അതുങ്ങൾ നമ്മളെ കണ്ടത്. സ്പീഡിലൊരു വരവ്, കണ്ടക്ടറുടെ ബൈക്കിലിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഇത് കണ്ടോ, സ്പീഡിൽ ഇങ്ങോട്ടൊരു വരവ്. ഇത് കേട്ടോ, ബസ്സെല്ലാം തല്ലി തകർത്തെന്നോർത്തു. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡ്രൈവർ ബസ് എടുത്തു, കാറി. പിള്ളേരും പുറയിലിരുന്നു എല്ലാം കൂടെ കാറി കേട്ടോ. ഇത് കണ്ടോ, അതുങ്ങൾ ഇതുണ്ടോ എല്ലാവരും ചാടി എഴുന്നേൽക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, നമ്മുടെ ബസ് പെട്ടെന്ന് വിട്ടിങ്ങി പോകുന്നു കേട്ടോ. അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ നമ്മൾ പിന്നെ വീണ്ടും കാട്ടിക്കൂടെയുള്ളൊരു യാത്രയാണ് കേട്ടോ. കാടെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും കാട് തന്നെയാണ് കേട്ടോ. കുറേ ഇങ്ങോട്ട് വരുന്നിടം വരെ. പിന്നെ താമരശ്ശേരി ചുരം, അതൊക്കെ രാത്രി തലേദിവസമായിരുന്നു. അത് കാണാൻ നല്ല രസം. പക്ഷേ ആ സമയത്ത് നമ്മൾ തണുത്ത് വരച്ചു ബസ്സിലിരിക്കുമ്പോൾ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. ഇത് തന്നെ ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ വീഡിയോ എടുക്കണം, കുറേ ഷോർട്സിനായിട്ട് എടുക്കണം. ഇങ്ങനെയൊക്കെ കണ്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് കേട്ടോ. കാരണം ഞാൻ തിരുനെല്ലിയിൽ നിന്ന് അടിച്ചു കൊടുത്തോ യൂട്യൂബിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്നും ഒക്കെ മനസ്സിലാക്കി. പിന്നെ അത്രയും ദൂരെ വിഷ്ണു ഭഗവാനെ പോയി ഒന്ന് തൊഴാൻ സാധിച്ചതിൽ ഒരുപാട് ഭാഗ്യം എനിക്ക് തോന്നി കേട്ടോ. കാരണം നമ്മൾ ഈ കൊച്ചച്ഛനും കൊച്ചമ്മയും നമ്മുടെ ഗുരുവായൂരെ ശാന്തി വന്നാണ് നമ്മുടെ വീട്ടിലെ പൂജയൊക്കെ ചെയ്തത് കേട്ടോ. പൂജയൊക്കെ ചെയ്ത് എല്ലാവരെയും അങ്ങനെ ആവാദിച്ച് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം. പിന്നെ കുറേ ദൂരം അങ്ങ് ചെന്നപ്പോൾ ഡ്രൈവർ ബസ് നിർത്തിയിട്ട് പറഞ്ഞു, ഇവിടെ ഭയങ്കരമായിട്ട് ടേസ്റ്റുള്ള ഉണ്ണിയപ്പം കിട്ടുന്ന സ്ഥലം, എല്ലാവരും ഇറങ്ങി വാങ്ങിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ഗൂഗിൾ പേ ഇവിടെ പറ്റത്തില്ലായിരുന്നു, ഗൂഗിൾ പേ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് ഗൂഗിൾ പേ ഇല്ല, അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ കണ്ടക്ടർ അപ്പോഴേക്കും 200 രൂപ എടുത്ത് തന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞു പോയി വാങ്ങിച്ചോ, പിന്നെ ATM നിന്ന് പൈസ എടുത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോയി വാങ്ങിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ നെയ്യപ്പത്തിൻ്റെ അത്രയും വലുപ്പമുണ്ട്, നല്ല ടേസ്റ്റുമായിരുന്നു. അങ്ങനെ ഡ്രൈവർക്ക് അറിയാമല്ലോ എപ്പോഴും ഇവർ വാങ്ങിക്കുന്ന സ്ഥലമാണെന്ന് തോന്നി. ഇവരെ കണ്ടപ്പോഴത്തേനും അവർ കൊടുക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ വീഡിയോ, അതൊക്കെ യൂട്യൂബിലാണെങ്കിലും കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടിട്ടാണ് ഞാനും കൂടെ ഇങ്ങനെ പോകുന്ന കാര്യം തീരുമാനിച്ചത്. ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ പോകുന്നവരെല്ലാം ഈ കല്ലും സ്റ്റെപ്പും ഒക്കെ കയറി ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ കുറേ ആൾക്കാർ മുന്നോട്ട് പോകും, കുറേ ആൾക്കാർ പുറകെ നിൽക്കും. പിന്നെ നമ്മുടെ അങ്ങനെ എല്ലാവരെയും കൂടെ നിർത്തി ഒന്നൊരു വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും സാധിച്ചില്ല കേട്ടോ. അതൊക്കെ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത ടൈമിലാണ് എനിക്കതൊക്കെ അതൊന്നും സാധിച്ചില്ലല്ലോ എന്നോർത്തപ്പോൾ ഒരു വിഷമമായത്. പിന്നെ കാരണം അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു ഇത്. കാരണം ഇപ്പം നമ്മൾ ലോഡ്ജിൽ രാവിലെ ചെന്ന് കുളിയെല്ലാം കഴിഞ്ഞ്, ലോഡ്ജെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, ഒരു വീടാണ് നമ്മൾ
കൊച്ചമ്മയൊക്കെ എടുത്തിട്ടിരുന്ന കേട്ടോ. അപ്പം നമ്മൾ ചെന്ന് കുളിക്കേണ്ട ഒരു താമസം, നമ്മൾ മുറിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും അമ്പലത്തിലേക്ക് പോയി. കുറേ പേര് നടന്നു പോയി. കൊച്ചച്ഛൻ്റെ കാലിനൊരു ചെറിയ വയ്യാഴിക ഉള്ളതുകൊണ്ട് കൊച്ചച്ഛൻ്റെ ഒക്കെ കൂടെ ഞാനും കയറി. അപ്പോൾ എല്ലാവരും നമുക്ക് ആ സമയത്തൊന്നും പെട്ടെന്ന് വീഡിയോ എടുക്കാനോ അങ്ങനെയൊന്നും എന്നെക്കൊണ്ട് സാധിച്ചില്ല കേട്ടോ. പിന്നെ തിരിച്ചു വരുന്ന വഴി ഇങ്ങനെയൊക്കെ എടുത്തെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബസ്സിൽ തന്നെ ഇരിക്കുമല്ലേ, അപ്പം നമ്മൾ ഫോൺ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ കുറച്ചൊക്കെ പറ്റി. പിന്നെ ഒന്നാമത്തെ കാര്യം, തിരുനെല്ലി ചെന്ന് കഴിഞ്ഞപ്പോൾ മുതലേ നെറ്റ് കിട്ടുന്നേ ഇല്ല, ഒട്ടും റേഞ്ചില്ലാത്ത ഒരു സ്ഥലമാകട്ടോ. അപ്പോൾ കൊച്ചമ്മയുടെ മോനാണേലും പറഞ്ഞു, കൊച്ചമ്മയുടെ മോൻ്റെ എൻ്റെ എയർടെല്ലായിരുന്നു, ഒന്നും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ജിയോക്കാർക്ക് കുറച്ചൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി ഒരു അനുഭവമാകട്ടോ അവിടെ ചെന്നതും ഭഗവാനെ തൊഴുതതും ബലിയിടുന്ന സ്ഥലമൊക്കെ കണ്ടതും. ആ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ മേളീന്നിങ്ങനെ വെള്ളം ഒഴുകി വന്നിട്ട് ചെറിയ ഇങ്ങനെ ഹോള്, ആ ഹോളിൽ കൂടെ ചെറുതായിട്ട് നമ്മുടെ തോട്ടിക്കൂടെ ഇങ്ങനെ വെള്ളം അരുവിയാണ്. പക്ഷേ ബലിയിടുന്നവർക്ക് മുങ്ങി കുളിക്കാൻ പറ്റിയ പരുവത്തിന് ഈ വേനൽക്കാലമായിട്ടും അവിടെ വെള്ളമുണ്ട്. പിന്നെ സന്യാസിമാരെ പോലെ ഇരുന്നവരൊക്കെയാണ് ഈ ബലിയിടാൻ പറഞ്ഞു കൊടുത്തതും ഒക്കെ. ജീവിതത്തിലുണ്ടായ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു അവിടെ പോയതും. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് അങ്ങോട്ട് പോയപ്പോൾ ഇത്രയും ദൂരം ആദ്യമായിട്ടല്ലേ നമ്മൾ KSRTCയിൽ ഞാനിങ്ങനെ ഒരു യാത്ര കേട്ടോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. കാരണം നമ്മൾ രാത്രി 7:30 കയറി പിറ്റേ ദിവസം 6:30 വരെ എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചു ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ ഭയങ്കര ഒരു വിഷമമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാനിരുന്ന് നല്ല ഉറക്കം ഉറങ്ങി കേട്ടോ. എന്നാലും വലിയ ഉറക്കമൊന്നും പറയാൻ പറ്റത്തില്ല, ഇടയ്ക്ക് ഉണരും, അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു അങ്ങനെയൊക്കെ. പക്ഷേ നമുക്ക് കാലിനങ്ങനെ വേദനയോ കാര്യങ്ങളോ, പിന്നെ കാലിങ്ങനെ തൂക്കിയിട്ടിരുന്ന കൊണ്ടൊരു ശക്കല നീര് പോലെയാണ്, അത് പെട്ടെന്ന് തന്നെ അങ്ങ് മാറി കേട്ടോ. അല്ലാതെ ഒരു ക്ഷീണമോ കാര്യങ്ങളോ നമ്മൾ ഉറക്കം നിന്നതിൻ്റെ ഒരു പ്രശ്നമോ ഒന്നും ഉണ്ടായില്ല കേട്ടോ. വീണ്ടും കൊച്ചമ്മയ്ക്കും കൊച്ചച്ഛനും കണ്ണനും എല്ലാവർക്കും ഞാൻ ഈ ഇതിനകത്തൂടെ ആണെങ്കിലും ഒട്ടുകൂടെ ഞാൻ അവരോട് എൻ്റെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല, അതുപോലൊരു നന്ദി ഞാൻ പറയുക. കാരണം എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകാൻ പറ്റിയതും ഇപ്പം ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഗുരുവായൂരിന്നൊക്കെ ഒരു ശാന്തി വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി കൊച്ചച്ഛനൊക്കെ ഒന്ന് തയ്യാറെടുത്തതും കൊണ്ടാണ് നമുക്കും അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതും അച്ഛനെ കൊണ്ടിരുത്താൻ പറ്റിയതും. അങ്ങനെ എല്ലാ കാര്യങ്ങളും കേട്ടോ ഒരുപാട് നന്ദി കൊച്ചമ്മയ്ക്കും കൊച്ചച്ഛനും മോനും. അത് ഞാൻ ഒന്നും കൂടി എടുത്ത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത് കേട്ടോ. പിന്നെന്താ പറയുന്നത്, പിന്നെ ഇനി അങ്ങോട്ട് ഇതുപോലുള്ള കാഴ്ചകളാകട്ടോ. 2 സൈഡിലും ഇങ്ങനെ കുറേയൊക്കെ ഞാൻ പിടിച്ചു, കുറേയൊക്കെ. കാരണം നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്തെന്ന് പറഞ്ഞാൽ മഴയായിരുന്നു കേട്ടോ. ഇപ്പോഴൊക്കെ നന്നായിട്ട് ഇങ്ങനെ മഴച്ചാറ്റലുണ്ടായിരുന്നു, എങ്കിലും ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ചെന്നപ്പം ഒരു നല്ല തണുപ്പ്, അവിടെ വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. എന്തായാലും ഒത്തിരി താങ്ക്സ്. ഞാൻ വീഡിയോ ഇവിടെ അങ്ങ് നിർത്തുവാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർ കാണുക, ഇഷ്ടമുള്ളവർ കാണുക. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്നാണല്ലോ ഇന്നലെ വെളുപ്പിനാണല്ലോ നമ്മളിവിടെ വന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടണോ വേണ്ടയോ എന്ന് ഒത്തിരി ഇങ്ങനെ ആലോചിച്ച് കേട്ടോ. കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും, പിന്നെ കൂടുതലും ആൾക്കാർക്ക് എൻ്റെ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇഷ്ടം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇട്ടാലൊന്നും നമുക്ക് അധികം വ്യൂസൊന്നും വരാറില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നോ വേണ്ടത്. പക്ഷേ കുറേ പേര് വാട്സപ്പിൽ ഒന്ന് അയച്ച് ശുഭേ താമരശ്ശേരി ചുരു അങ്ങനെയൊന്നും ഞാൻ സ്പെഷ്യലായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതും പിന്നെ തിരുനെല്ലിയൊക്കെ ഒന്ന് കാണിക്കുക, ക്ഷേത്രമൊക്കെ ഒന്ന് കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. അല്ലാത്തവർ കാണണ്ടാത്തവരും ഇതിനെപ്പറ്റി ഒന്നും അറിയണ്ടാത്തവരൊക്കെയാണ് സ്കിപ്പ് അടിച്ചു പോകും കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇങ്ങനെ റോഡുകളിങ്ങനെ നമ്മൾ മൈസൂർ, ഊട്ടി, കൊടൈക്കനാലൊക്കെ പോകുന്ന ആ ഒരു വഴിയാണല്ലോ ഇത്. പണ്ട് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന പ്രാവശ്യം കണ്ട് ഇതിലെ വിട്ടപ്പോൾ ബൈ.